അതെന്തത്? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ ബ്രൈഡ് ടു ബി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റാണ്. നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെയും ചേട്ടൻ്റെയും വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ ഗെറ്റിംഗ് മാരീഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടത്. അപ്പോൾ അതിന് മുൻപുള്ള നമ്മുടെ കുട്ടി ഒരു ബ്രൈഡ് ടു ബി പാർട്ടിയാണിത്. അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. ഞാൻ ഒരുപാട് സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണിത്. അതാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടതും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് താങ്ക് യു പറയാനുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ വ്ളോഗിൽ. അപ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടനും, പിന്നെ എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടനും, പിന്നെ എൻ്റെ ഫ്രണ്ട്സും, പിന്നെ എൻ്റെ കുഞ്ഞു വാവയും എല്ലാവരോടും ഒരുപാട് താങ്ക് യു പറയാനുണ്ട്. കാരണം അവരൊക്കെ ഒരുമിച്ച് നിന്നതുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഒഫീഷ്യലി നമ്മുടെ വെഡ്ഡിങ് വീഡിയോസും വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി തൊട്ടിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. കല്യാണം കഴിക്കണല്ലോ കേട്ടോ. അത് ഇത് ഇങ്ങനെയൊന്നും അല്ലടി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? അയ്യോ, എന്റെ ഒരു കൈ എവിടെ? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. തല വെച്ചോ. എവിടെയോ കണ്ട് മറന്ന മാതിരി. ഫോട്ടോ എടുക്കാൻ പറ്റടി. ഈ ഒരു കുഞ്ഞൊരു പാർട്ടി നടക്കുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ നടന്നു കേട്ടോ. എനിക്കിതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ കൂടിയിട്ട് എന്നെ പറ്റിച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ. അപ്പൊ എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ലൊരു സർപ്രൈസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ ഇല്ലെങ്കിൽ കൂടിയും ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ വിഷമം വന്നു കേട്ടോ. മദ്യപാനത്തിനും ലഹരിക്കും അടിമകളായ
ഡിഗ്രി വൈകിട്ടെന്താ പരിപാടി? പറ്റില്ല വേറെ ആണോ സ്ഥലം? ആ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ഇതില്ലേ ഇതൊന്നും താപരിരുന്നല്ല. എനിക്ക് ഒരുപാട് സന്തോഷം തന്നൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം വളരെ വലുതാണ് കേട്ടോ. അതുപോലെ തന്നെ ചേട്ടനാണെങ്കിലും എനിക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ആൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ എസ്പെഷ്യലി എൻ്റെ ചീച്ചീൻ്റെ ഹസ്ബൻഡിനും ഒരുപാട് ഭയങ്കര ഒരു താങ്ക്ഫുൾ മൊമെന്റ് ആണിത്. കാരണം അവരൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചില്ല കേട്ടോ എനിക്കൊരു ബ്രൈഡ് ടു ബി ഒക്കെ ഉണ്ടാവും കിട്ടും എന്നൊക്കെ, നമ്മൾക്ക് ഇങ്ങനെ പാർട്ടി ഒക്കെ ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് എല്ലാവരും കൂടി കഴിച്ച് നമുക്ക് പോവാന്നാണ് കേട്ടോ നമ്മൾ വിചാരിക്കണം. അപ്പം ഇവരെല്ലാവരും കൂടിയിട്ട് വന്നതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ എത്ര എഫേർട്ട് എടുത്തിട്ട് എല്ലാവരും വന്നു. അപ്പൊ അതിനൊരു ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഒരുപാട് പേർക്ക് വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്, എന്നാലും അവരെന്നോട് പിന്നെ മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമായൊരു ദിവസമാണ് കേട്ടോ. നിങ്ങൾ ഈ സ്ഥലമൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച്? കഫേ ഇനിയപ്പോൾ ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യലായിരുന്നു അടുത്തൊരു പരിപാടി എന്ന് പറയണത്. അപ്പൊ ചേച്ചി ഫുഡ് ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് എന്താ ഫുഡ് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഈ കഫേയുടെ പേര് ആർ കഫേ നേഷൻ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ഒരു
ഒരു കഫേയാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്പോട്ട് മാത്രമേ നമുക്ക് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഫുഡ് അവിടെ ഒന്നും അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡ് സ്വിഗ്ഗി വഴി പുറത്തുനിന്ന് ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് വേഗം അറേഞ്ച് ചെയ്ത് കഴിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി വേഗം തിരിച്ചു പോകും, കാരണം എല്ലാവർക്കും ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവരും കോടതിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കോടതിയിൽ നിന്നാണ് വരുന്നത്. അപ്പം അവരൊക്കെ ഭയങ്കരമായിട്ട് ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം അവസാനിപ്പിക്കാൻ കേട്ടോ നമ്മുടെ ബ്രൈഡ് ടു ബി ഒക്കെ. അപ്പൊ നമ്മുടെ ബ്രൈഡ് ടു ബി ഇവിടെ എൻഡ് ആയിരിക്കുകയാണ് ഗായ്സ്. താങ്ക് യു ഗായ്സ്. ശ്രദ്ധ താങ്ക് യു. താങ്ക് യു. ഇടും. അപ്പൊ ജ്യോതിയാ താങ്ക് യു. കണ്ണില്ലല്ലോ. അനേര താങ്ക് യു. വെൽക്കം പറ. വിജയ് താങ്ക് യു. താങ്ക് യു. അങ്ങനെ ബ്രൈഡ് ടു ബിയും കഴിഞ്ഞു. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി. ലൈക്ക് ഷെയർ നേരത്തെ വരണട്ടാടി. ഒരു മിനിറ്റ് അവിടെ ഇറങ്ങട്ടെ, തന്നെ വീഴും. ഇനി അത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കുട്ടി ബ്രൈഡ് ടു ബി പാർട്ടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോവാണ്. അപ്പോൾ ജ്യോതിയും ശ്രദ്ധയും അവര് സ്കൂട്ടിക്ക് പോയായിരുന്നു. പിന്നെ ദേവികേനെയും മാരീനെയും ആനിനെയും ഒക്കെ നമ്മൾ കൊണ്ടാക്കിട്ടോ, കാരണം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇനി അവരെ തന്നെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മൾ എല്ലാവരെയും കൊണ്ടാക്കി. പിന്നെ നല്ല അടിപൊളി ദിവസമായിരുന്നു അന്ന്. നമുക്ക് വേണ്ടി ഇവരൊക്കെ അവരുടെ സമയമൊക്കെ മാറ്റി വെച്ച് വന്നു. അപ്പൊ അതിലൊരുപാട് സന്തോഷം. പിന്നെ ചേട്ടന് വരാൻ പറ്റിയില്ല, അപ്പൊ അതിലും ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ചേട്ടനും ഇങ്ങനെ ഒന്നും കണ്ടിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്കിത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതില് ഒരു സങ്കടം ഉണ്ട്. എന്നാൽ കൂടി നമുക്ക് ഇനി ഒരുപാട് മൊമെന്റുകൾ ഒരുമിച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ദേവികേനെ കൊണ്ടാക്കിട്ടോ. ഇനി നമുക്ക് മാരീനെയും അതുപോലെ തന്നെ ആലിനെ ആക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചു പോവാണ് നമ്മുടെ വീട്ടിലേക്ക്. സോ ഇനി അടുത്ത വ്ളോഗുകളൊക്കെ നമ്മുടെ വെഡ്ഡിങ് സീരീസ് ആയിട്ട് അല്ലെങ്കിൽ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ട് ഞാൻ കാണിക്കാം. അതുവരെ ബൈ ബൈ.